നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി കൊട്ടാരത്തിൽ സജിത്ത് ജോസഫ് കുരിശ് പണിതത് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്ത്. കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ. നെടുങ്കണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് കൊല്ലപ്പെട്ടത് മധ്യപ്രദേശ് സ്വദേശി സരസ്വതി. ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ലാഹോ ഠാക്കൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണ, ആരോഗ്യ, ക്ഷീരമേഖലകൾക്കും മുൻഗണന നൽകി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത് 59,84,07,137 രൂപ വരവും 59,09,14,101 രൂപ ചെലവും 44,93,036 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല 3.0 എന്ന പേരിൽ കട്ടപ്പനയിൽ നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് നിർവഹിച്ചു. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി. വിശദമായ വാർത്തകൾ. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്താണ് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി കൊട്ടാരത്തിൽ സജിത്ത് ജോസഫ് കുരിശ് പണിതത്. കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ നിർദ്ദേശിച്ചതിന് ശേഷമാണ് കുരിശിന്റെ പണികൾ പൂർത്തിയാക്കിയത്. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി സജിത്ത് ജോസഫ് പണിത റിസോർട്ടിനോട് ചേർന്നാണ് കുരിശ് സ്ഥാപിച്ചത്. 3.31 ഏക്കർ സർക്കാർ ഭൂമി സജിത്ത് ജോസഫ് അനധികൃതമായി കയ്യേറി വൻകിട റിസോർട്ട് നിർമ്മിച്ചതായി ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ മാസം 2-ന് പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് LR തഹസിൽദാറെ ചുമതലപ്പെടുത്തി. ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശിച്ചു. സജിത്ത് ജോസഫിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ച പൂർത്തിയാക്കി. ഇക്കാര്യം അറിഞ്ഞില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. കയ്യേറ്റത്തെ തുടർന്ന് പരുന്തുംപാറയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇതും അവഗണിച്ചായിരുന്നു കുരിശ് നിർമ്മാണം. സംഭവം വിവാദമായതോടെ റവന്യൂ മന്ത്രി പ്രശ്നത്തിൽ ഇടപെടുകയും കുരിശ് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. പരുന്തുംപാറ, വാഗമൺ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ ലംഘിച്ച് പണി നടത്തിയ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. 2 മാസത്തേക്ക് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയെന്നും 15 ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കൽ നടപടിക്കായി നിയോഗിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ. എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും വിശുദ്ധന്മാരല്ല. ഏത് വകുപ്പെടുത്താലും സർക്കാരിന്റെ നയങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ ജില്ലാ ഭരണകൂടം ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. CV വർഗീസിന് അനധികൃത ഖനനമുണ്ടോ എന്നത് തനിക്കറിയില്ല. എന്നാൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും അനധികൃത ഖനനം നടക്കുന്നുണ്ടെന്നും KK ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ പലയിടത്തും ഭൂമി കയ്യേറാനുള്ള ശ്രമങ്ങളുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വിശ്വാസികൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പരുന്തുംപാറയിലാണെങ്കിൽ ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത്. അത് തീർച്ചയായും അങ്ങേയറ്റം അപലനീയമായ നടപടിയാണ്. റവന്യൂ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിശുദ്ധ പുണ്യാളവാന്മാരാണ് എന്നൊക്കെ പറയാൻ എനിക്കില്ല. ഏത് വകുപ്പെടുത്താലും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാരെ തിരഞ്ഞുപിടിച്ച് സർവീസിന് വെളിയിലേക്ക് പറഞ്ഞുവിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കാണിക്കുകയും ചെയ്യണം. ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ നടപടിയാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനും ഒരിക്കലും സ്വീകരിക്കാത്ത വിധം കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നു. 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. 15 അംഗങ്ങളുള്ള പ്രത്യേക ടീമിനെ തീരുമാനിച്ചു.
ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ തന്നെ നിയോഗിച്ചു. അവരുടെ ചുമതലയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അല്ല, CV വർഗീസിന് ഖനനമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിലും അനധികൃത ഖനനം നടക്കുന്നുണ്ട്. അതിൽ നടപടിയെടുക്കേണ്ടത് റവന്യൂ വകുപ്പ് മാത്രമല്ല, അതിൽ നടപടിയെടുക്കേണ്ടത് മറ്റ് വകുപ്പുകൾ കൂടിയുണ്ട്. റവന്യൂ ഭൂമി കയ്യേറി അനധികൃത ഖനനം നടത്തിയാൽ അത് റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരെ ഇടപെടണം. നെടുങ്കണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ലോഹോ ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്തു. രാജേഷ് മദ്യപിച്ച ശേഷം സരസ്വതിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. അന്നേ ദിവസം രാവിലെ മുതൽ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ സമയം മറ്റൊരു ആവശ്യത്തിന് ഇവിടെ എത്തിയ നെടുങ്കണ്ടം പോലീസ് ഇവരോട് സംസാരിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയോടെ രാജേഷ് വീണ്ടും മദ്യപിക്കുകയും സരസ്വതിയെ മർദ്ദിക്കുകയുമായിരുന്നു. കാപ്പിക്കമ്പ് ഉപയോഗിച്ച് മർദ്ദിക്കുകയും വീണുകിടന്ന സരസ്വതിയുടെ തലയിൽ ചവിട്ടി നിൽക്കുകയും ചെയ്തു. ക്രൂരത ഇയാൾ മൊബൈലിൽ പകർത്തി. വീഴ്ചയിൽ തലയ്ക്കുണ്ടായ പരുക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. 8 ദിവസം മുൻപാണ് രാജേഷും സരസ്വതിയും ജോലി അന്വേഷിച്ച് നെടുങ്കണ്ടം പൊന്നാങ്കാണിയിലെ തോട്ടത്തിലെത്തിയത്. ഇവരുടെ ബന്ധുക്കൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരോടൊപ്പം താമസിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. കേരളത്തിൽ ജോലിക്കെത്തി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്ന ഇരുവർക്കും മധ്യപ്രദേശിൽ കുടുംബവും കുട്ടികളുമുണ്ട്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണ ആരോഗ്യ ക്ഷീരമേഖലകൾക്കും മുൻഗണന. പ്രസിഡന്റ് VP ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 59,07,137 രൂപ വരവും 59,09,14,101 രൂപ ചെലവും 44,93,036 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണ പദ്ധതിക്ക് 13.1 കോടി രൂപ വകയിരുത്തി. ST വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് 6 ലക്ഷം രൂപ ലഭിക്കും. PMAY പദ്ധതി പ്രകാരം 1760 വീടുകളുടെ നിർമ്മാണത്തിന് അനുമതിയായി. കഴിഞ്ഞ വർഷത്തെ ഗുണഭോക്താക്കളിൽ 519 പേർക്ക് ആദ്യ ഗഡു വിതരണം ചെയ്തു. ബ്ലോക്കിന് കീഴിലുള്ള ഉപ്പുതറ, വണ്ടൻമേട് CHCകൾക്കായി 21.1 ലക്ഷം രൂപ ഉൾപ്പെടുത്തി. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ സേവനം നൽകുന്നതിനും സെക്കൻഡറി പാലിയേറ്റീവ് പരിചരണത്തിനും മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഈ തുക ചിലവഴിക്കും. നിർധന രോഗികൾക്കായി 21.1 ലക്ഷത്തിന്റെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പദ്ധതി നടപ്പാക്കും. 2 CHCകളിലും മരുന്നുകൾ വാങ്ങാൻ 14 ലക്ഷം രൂപ ഉൾപ്പെടുത്തി. ഉപ്പുതറ CHC ആധുനികവൽക്കരണത്തിന് 20 ലക്ഷവും ആശുപത്രി വാർഡുകളിലെ വൈദ്യുതി കണക്ഷൻ നവീകരിക്കുന്നതിന് 5 ലക്ഷവും ഉപ്പുതറ CHC അറ്റകുറ്റപ്പണിക്ക് 20 ലക്ഷവും വണ്ടൻമേട് CHCയിൽ ഐസൊലേഷൻ വാർഡ് സംരക്ഷണത്തിന് 15.36 ലക്ഷവും വകയിരുത്തി. ക്ഷീരകർഷകർക്ക് സബ്സിഡി ഇനത്തിൽ 20 ലക്ഷവും വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരകർഷകർക്ക് സബ്സിഡിയായി 10 ലക്ഷവും കാലിത്തീറ്റ സബ്സിഡി ഇനത്തിൽ 13.44 ലക്ഷവും നൽകും. വനിതാ സംഘങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ധനസഹായമായി 5 ലക്ഷവും വനിതാ സംഘങ്ങളുടെ സ്ഥിരം കൃഷി ധനസഹായ പദ്ധതിയിൽ 15 ലക്ഷവും ഉൾപ്പെടെ ആകെ 48.4 ലക്ഷം രൂപ ഉൾപ്പെടുത്തി. കർഷക സംഘങ്ങളുടെ സ്ഥിരം കൃഷി ധനസഹായ പദ്ധതിക്ക് 11.5 ലക്ഷവും വകയിരുത്തി. നടപ്പു വർഷവും 100% പദ്ധതി നിർവഹണം എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നേറുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ജനകീയ ആസൂത്രണ പദ്ധതികളും കുറ്റമറ്റ രീതിയിലും മാതൃകാപരമായും നടപ്പാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓഫീസ് സംവിധാനം സുസജ്ജമായി പൊതുജനങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ISO 9001 സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ഓഫീസ് ഈ അംഗീകാരം നിലനിർത്തുന്നതിൽ ഏറെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട സേവനങ്ങൾ പരാതി രഹിതമായും സമയബന്ധിതമായും നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകുന്ന പദ്ധതിക്കായി 19.1 ലക്ഷം രൂപ ചിലവഴിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 18 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകും. വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർക്ക് 3.6 ലക്ഷം രൂപ ധനസഹായം നൽകും. പശ്ചാത്തല മേഖലയിൽ റോഡ് നിർമ്മാണം, കോൺക്രീറ്റിംഗ്, തോട് സംരക്ഷണം, കോളനി സമഗ്ര വികസനം, സാംസ്കാരിക നിലയത്തിന് ഫർണിച്ചറുകൾ തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി 1.14 കോടി രൂപ വകയിരുത്തി. കാഞ്ചിയാർ ടോയ്ലറ്റ് കോംപ്ലക്സ് നവീകരണത്തിന് 2 ലക്ഷവും ടേക്ക് എ ബ്രേക്ക് വളകോട് ഒമേഗ പദ്ധതിക്ക് 18.26 ലക്ഷവും ഉൾപ്പെടുത്തി. 2 CHCകളിലും ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ 15 ലക്ഷം രൂപ വകയിരുത്തി.
സുൽത്താനിയ SC കോളനിക്ക് 25 ലക്ഷം, 6 ഏക്കർ SC കോളനിക്ക് 20 ലക്ഷം, കീരിമുക്ക് കോളനിക്ക് 10 ലക്ഷം, മേപ്പാറ SC കോളനിക്ക് 8 ലക്ഷം, കല്യാണത്തണ്ട SC കോളനിക്ക് 10 ലക്ഷം എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. ജനറൽ പർപ്പസ് ഫണ്ട് വിഭാഗത്തിൽ 88.67 ലക്ഷവും വിനിയോഗിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ 15 കോടിയും വകയിരുത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബേബി രജനി, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല 3.0 എന്ന പേരിൽ കട്ടപ്പനയിൽ നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്ക് നിയമപരീക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പോലീസ് പ്രതിജ്ഞാബദ്ധരാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പഴയ കാലത്തെ അപേക്ഷിച്ച് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയതും നിയമസഹായങ്ങൾ നേടുന്നതും പുതിയ കാലത്തിന്റെ മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ സ്ത്രീകൾ കൂടുതൽ കരുത്തരാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ സ്ത്രീകളെ കൂടുതൽ കരുത്തരാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സ്ത്രീകൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പോലീസ് പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസ്ഥലങ്ങളിൽ രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നാലും പൊതുഗതാഗത സംവിധാനങ്ങളിൽ രാത്രി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യം വന്നാലും ഒരിക്കലും നമ്മൾ ഭയത്തോടെ ഈ ചൂഷകരെ നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അവരെ നേരിടാൻ നമുക്ക് ആർജവം ഉണ്ടാവണം ഉള്ളിൽ. നിയമപരമായിട്ട് ഒരുപാട് പ്രൊട്ടക്ഷൻസ് നിയമങ്ങൾ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി അനുശാസിക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വളരെയേറെ പ്രാധാന്യമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ലോഫുൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, ലീഗലായിട്ടുള്ള ആക്ഷൻസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല 3.0 എന്ന പേരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിപാടി 2 ദിവസങ്ങളായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ പോലീസ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും തൊഴിൽ ഇടങ്ങളിലും സ്ത്രീകൾ സഞ്ചരിക്കുന്ന വേളയിൽ അതിക്രമം നേരിട്ടാൽ സ്വയം എങ്ങനെ പ്രതിരോധിക്കാമെന്ന പരിശീലനമാണ് നൽകുന്നത്. വിദഗ്ധ പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകുക. മിസ്ബിഹേവ് ചെയ്തതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തായിരിക്കും? അതാണ് നമ്മൾ കയ്യിൽ കയറി പിടിക്കുക. പിടിച്ച ശേഷം അയാളെ എൻ്റെ ശരീരത്തോട് നമ്മളെ അടിച്ച് ചിലപ്പോൾ കടിക്കാനായിട്ടായിരിക്കും, അവിടെ നമ്മളെ കിസ് ചെയ്യാനായിട്ടായിരിക്കും, നമ്മുടെ ശരീരഭാഗങ്ങൾ അയാൾ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്താ അയാൾ ചെയ്യുന്നത്? എന്താ? നമ്മുടെ കയ്യിൽ കയറി അയാൾ പിടിച്ചു. ഇങ്ങനെ ഒരു കൈയിൽ ഒരു കൈ കൊണ്ട് ഒരാൾ നമ്മളെ പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഡെമോൺസ്ട്രേഷൻ അവർ ചെയ്യുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ്റെ പേരാണ് ക്യാച്ച് ആൻഡ് റിലീസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, എന്താണ് ക്യാച്ച് ആൻഡ് റിലീസ് നോക്കിക്കൊള്ളുക. കണ്ടോ? കണ്ടു. ഇനി ഈ ഒരാൾ തന്നെ നമ്മുടെ ഒരു കൈയിൽ പിടിച്ച് വരുന്ന നിസ്സാരം അവിടെ രക്ഷപ്പെട്ടു. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിവരിച്ച് പറഞ്ഞു തരാൻ ചെയ്യിക്കാം. പെട്ടെന്ന് സഡനായിട്ട് രക്ഷപ്പെടും. പക്ഷേ ഇയാൾ അടുത്ത നിമിഷം തന്നെ ഒരു കൈയിൽ 2 കൈ കയറി പിടിച്ചു. നോക്കൂ, സഡനായിട്ട് വിടുവിച്ചു. തുടർച്ചയായി 3-ാം വർഷമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇടുക്കി അഡീഷണൽ SP ഗിരീഷ് P ഭാരതി അധ്യക്ഷനായിരുന്നു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ, കട്ടപ്പന SHO TC മുരുകൻ, ഇടുക്കി വനിതാ പോലീസ് സ്റ്റേഷൻ SI ആതിര പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മേട്ടുകുഴിയിൽ ഗ്രാമ്പൂ പറിക്കുന്നതിനിടെ മധ്യവയസ്കൻ വീണു മരിച്ചു. മേട്ടുകുഴി കോക്കാട്ട് സാബു വർക്കിയാണ് മരിച്ചത്. മരത്തിൽ നിന്ന് വീണയുടനെ സമീപത്തുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ സമീപത്തെ റേഷൻ കടയിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ ചേർന്ന് സാബുവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം ചൊവ്വാഴ്ച കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കുരുമുളക് പറിക്കുന്നതിനിടെ ഏണിയിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരിച്ചു. ഉപ്പുതോട് കല്ലുറുമ്പിൽ പ്രസാദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത്. പ്രസാദിനെ ഉടൻ തന്നെ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു.
BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ യാത്രയ്ക്ക് രാജാക്കാട്ടിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം, ജില്ലയിലെ ഭൂവിഷയങ്ങൾ, ഇടുക്കി ജില്ലയിൽ മാത്രമായുള്ള നിർമ്മാണ നിരോധനം, മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം, പട്ടയ വിഷയങ്ങൾ തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ ജില്ലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പീരുമേട്, ഉടുമ്പൻചോല, ഇടുക്കി നിയോജക മണ്ഡലങ്ങളിൽ കൂടി നയിക്കുന്ന ജനസംരക്ഷണ യാത്രയ്ക്കാണ് രാജാക്കാട് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാടിന്ന് ചെകുത്താന്റെ നാടായി മാറിയിരിക്കുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. കേരളം നമ്പർ 1 ആണെന്നാണ് ഇരട്ടച്ചങ്ങന്റെ വാദം. കേരളം പോലെ ഇത്രയും ജനങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യ മഹാരാജ്യത്തില്ലെന്നാണ് CPM-ന്റെ നേതാക്കന്മാരും LDF-ന്റെ ഭരണകൂടവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാക്ഷര സുന്ദര കേരളം നമ്മൾ പറഞ്ഞു പഴകിയ വാക്കാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മൾ പറഞ്ഞു കേട്ടതും പറഞ്ഞു പഴകിയതുമായ വാക്കാണ്. ഒരു പക്ഷേ ഇതൊക്കെ ആയിരുന്നു ഒരു സമയമെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഒരു കാലഘട്ടത്തിൽ അങ്ങ് വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി UP-യെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഉത്തർപ്രദേശിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ സഹാക്കന്മാര് പാട്ടുപാടുമായിരുന്നു. ആഹാ സുന്ദര കേരളം. UP-യെ ഒക്കെ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് എന്താണ് കുഴപ്പം? എത്ര മനോഹരമായ ജീവിതങ്ങളാണ് ഇവിടെ. പക്ഷേ ഇന്ന് UP-യെ നോക്കി അത് പറയുവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് നട്ടല്ലുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് PA അനീഷിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചുരവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി VS സജി, VV ബാബു, ഷാജി നെല്ലിപ്പറമ്പിൽ, VS രതീഷ്, C സന്തോഷ് കുമാർ, സുനിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച INTUC വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി രാജു ബേബി ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനെതിരെയുമാണ് INTUC വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് VK മുത്തുകുമാർ അധ്യക്ഷത വഹിച്ച ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി രാജു ബേബി ഉദ്ഘാടനം ചെയ്തു. ഓരോ വാർഡ് തലത്തിലും നമുക്കറിയാം, വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആവശ്യമുണ്ടായാലും, ഏതൊരു രോഗമോ ഏതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഓടിയെത്തേണ്ട ആദ്യത്തെ ആളുകൾ ആശാവർക്കർമാരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടാകുകയാണെങ്കിൽ ആദ്യമായിട്ട് വിളിച്ചു പറയുന്നത് ഒന്നിൽ ആശാ ജീവനക്കാരെ അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചർമാരെ. ആശാ വർക്കേഴ്സിന് സ്ഥിരം നിയമനം നൽകുക, ജോലിഭാരം കുറയ്ക്കുക, പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഉറപ്പ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും INTUC മുമ്പോട്ട് വച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ടോണി മാക്കോറ, ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ജോബൻ പാനോസ്, KC ബിജു, പ്ലാന്റേഷൻ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ശരവണൻ ചടയൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജാക്കാട് ആദിത്യപുരം കോളനി സ്വദേശി പുത്തൻപുരയ്ക്കൽ സതീഷ് തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. GB സിൻഡ്രം ബാധിച്ചിരിക്കുന്ന സതീഷിന്റെ 1 മാസത്തെ ചികിത്സയ്ക്ക് 80,000 രൂപയോളം ചെലവ് വരും. മാങ്കുളം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു സതീഷ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ചുമയ്ക്ക് മരുന്ന് വാങ്ങുവാൻ അടിമാലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയ സതീഷിന് ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് അസ്വസ്ഥത ഉണ്ടാവുകയും ശരീരത്തിൽ നീര് വയ്ക്കുകയും ഭാഗികമായി തളർന്നു പോവുകയും ചെയ്തു. തുടർന്ന് അടിമാലി, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. രോഗശമനം ഉണ്ടാകാത്തതിനെ തുടർന്ന് ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി. സതീഷിന് GB സിൻഡ്രോമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അവിടെ 28 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു. 13 മാസത്തെ ചികിത്സയ്ക്കിടയിൽ മാങ്കുളത്തുണ്ടായിരുന്ന സ്ഥലവും കിടപ്പാടവും വിറ്റു. ഇതിനിടയിൽ മാങ്കുളത്തും മുൻപ് താമസിച്ചിരുന്ന ആനച്ചാലിലുമുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ തുക പിരിച്ചാണ് ചികിത്സ നടത്തിയത്. പിന്നീട് ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ മാറ്റി. മരുന്നുകളും വിലപിടിപ്പുള്ള ഇഞ്ചക്ഷനും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നതിനാൽ മാങ്കുളത്തു നിന്നും രാജാക്കാട് ആദിത്യപുരം കോളനിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് താമസം മാറി.
ഇപ്പോൾ മാസത്തിലൊരിക്കൽ 60,000 രൂപ ചിലവ് വരുന്ന ഇഞ്ചക്ഷനും 20,000 രൂപയുടെ മരുന്നുകളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഇഞ്ചക്ഷൻ ചെന്ന പിന്നെയാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. എന്നാൽ അറിയാവുന്നവരോട് ഞാൻ ഈ ചീട്ട് കാണിച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ് അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഗ്യാസ് കുറയാനുള്ളതാണ് ഡോക്ടർ എഴുതിയേക്കുന്നത്. പക്ഷെ ഡോക്ടറുടെ കയ്യിലിരിപ്പല്ല, അവിടെയുള്ള നേഴ്സുമാരാണ്. കാരണം ശരിക്കും പഠിക്കാത്ത കുട്ടികളാണ് അവിടെ. അത് അവരൊരു ലാഭം കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് അധികം ശമ്പളം കൊടുക്കണ്ട. പക്ഷെ നമുക്കത് അറിയേണ്ട വെച്ചാൽ നമുക്ക് ഇതാണ് പറ്റുക. അത് കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ പിരിച്ച് ഇത്രയാക്കി കിടന്ന കിടപ്പില്ലായിരുന്നു. എന്നെ അങ്ങോട്ടിട്ട് അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ടിട്ട് അതുപോലെ മരയിച്ച് മൊത്തത്തിൽ കിടക്കുമായിരുന്നു. ഒരു വർഷമായിട്ട് നമുക്ക് ഇടയ്ക്ക് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു അടിമാലിൽ. അവിടുന്ന് അവർ കടം തരുമായിരുന്നു. അതൊരു തുക, നല്ലൊരു തുകയായി. അതും അത് തുകയായി കഴിഞ്ഞപ്പോഴത്തേനും അവരും മടിച്ചു. ഇപ്പം അതും നിർവാഹമില്ല. ഇപ്പം ഈ മാസം പോലും മരുന്ന് വാങ്ങണേ ഒരു നിർവാഹമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ ഇത് കണ്ട് ആരെങ്കിലും സഹായം ചെയ്താലേ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം 3 കുട്ടികൾ 9ലും 6ലും 1-ലായിട്ട് പഠിക്കുന്നു. 2 അമ്മമാരുണ്ട്, ഭാര്യ, ഞാൻ. മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കണേ ആരെങ്കിലും സഹായിക്കണം. സഹായിച്ചാലേ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നതാണ്. വൻകുടൽ മുറിച്ച് വയറിന്റെ വലതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൊളസ്ട്രോം ബാഗിലാണ് വിസർജ്യം ശേഖരിച്ചു കളയുന്നത്. മൂത്രം പോകുന്നതിനായി യൂറിൻ ബാഗും ഉപയോഗിച്ചിട്ടുണ്ട്. 10 കൊളസ്ട്രോം ബാഗിന് 9,000 രൂപ നൽകണം. ഞരമ്പുകൾക്ക് ബലക്കുറവുള്ളതിനാൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുവാൻ പറ്റില്ല. കാഴ്ചക്കുറവുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്വന്തമായി ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയും അടുത്ത നാളിൽ വിറ്റു. അടിമാലിയിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറേക്കാലം കടമായി മരുന്നുകൾ ലഭിച്ചുവെന്നും കഴിഞ്ഞ ആഴ്ച മുതൽ അതിന് മുടക്കം വന്നുവെന്നും സതീഷ് പറയുന്നു. ഭാര്യ മഞ്ജു, വയോധികയായ അമ്മ ശാന്ത, ഭാര്യാമാതാവ് അമ്മിണി, 9, 6, 1 തുടങ്ങിയ ക്ലാസുകളിൽ പഠിക്കുന്ന 3 മക്കൾ എല്ലാവരും ആദിത്യപുരം കോളനിയിലെ 2 മുറി മാത്രമുള്ള വീട്ടിലാണ് കഴിയുന്നത്. അമ്മിണി കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനവും റേഷൻ അരി ലഭിക്കുന്നതുമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ആശ്രയം. ഇനിയും സഹായം ആവശ്യപ്പെടുമെന്നോർത്ത് പല സുഹൃത്തുക്കളും ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ലത്രേ. ജോലി ചെയ്യാൻ സാധിക്കുന്നതുവരെയുള്ള ചികിത്സാ ചിലവുകൾ നടത്താനുള്ള തുക കണ്ടെത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് സതീഷിന്റെ കുടുംബം. സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്ക് മാങ്കുളം ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണമെന്ന് കുടുംബം അഭ്യർത്ഥിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണമെന്ന് INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് അടിമാലിയിൽ ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പിന്റെ വേതനം വൈകുന്നത് സാധാരണക്കാരായ ആളുകളുടെ ജീവിതം താളം തെറ്റിക്കും. കൂലി വൈകുന്നത് നിരുത്തരവാദിത്വപരമായ സമീപനമാണ്. ഇതുമൂലം തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്നും ജോൺസി ഐസക് വ്യക്തമാക്കി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസം കഴിഞ്ഞു ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം കിട്ടാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഇറങ്ങുന്നു, കേരള ബാങ്കിൽ കയറി ഇറങ്ങുന്നു, പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്നു. നാളിതുവരെയായിട്ടും അവർക്കിടെ വേതനം കിട്ടാതെ കഷ്ടപ്പെടുന്നു. ഈ തീ പോലെയുള്ള വെയിലത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ ഈ ശമ്പളം കിട്ടി അവർക്ക് പല കുടുംബജീവിതത്തിനും ദൈനംദിന ആവശ്യത്തിനും ഈ പൈസ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ പലരും കടം ചോദിച്ചാൽ പോലും അവർക്ക് കിട്ടുന്നില്ല. ഇത് വളരെ നിരുത്തരവാദിത്വപരമായ കാര്യമാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടറുടെ ഓഫീസിൽ വിളിക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെയായിട്ടും പരിഹാരമുണ്ടായില്ല. അന്ന് തന്നെ കേരള സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ വിളിച്ചു. മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് നോട്ട് ചെയ്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞു. അത് പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനും പരിഹാരമായിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇടുക്കി ജില്ലയിലെ ഈ വർഷത്തെ മികച്ച ICDS സൂപ്പർവൈസറിനുള്ള അവാർഡ് അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട സ്വദേശിക്ക് കപ്പിലാമൂട്ടിൽ സ്നേഹ സേവ്യറിനാണ് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചത്. കട്ടപ്പന പ്രോജക്ട് കാഞ്ചാർ പഞ്ചായത്തിലെ സൂപ്പർവൈസറായ സ്നേഹ സേവ്യറിനാണ് ശിശുക്ഷേമ വകുപ്പിന്റെ 2023-24 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ICDS സൂപ്പർവൈസറിനുള്ള അവാർഡ് ലഭിച്ചത്. 8-ാം തീയതി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ ദിന ആഘോഷ പരിപാടിയിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം കൈമാറി. കഴിഞ്ഞ 6 വർഷത്തിലധികമായി അങ്കണവാടികളുടെ സന്ദർശനവും മേൽനോട്ടവും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ, വകുപ്പ് തല പദ്ധതികളുടെ നിർവഹണം,
വിവിധ പരിശീലന പരിപാടികളുടെ നേതൃത്വം, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികളുടെ നിർവഹണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. ആകെ 14 പേർ പുരസ്കാരത്തിന് അർഹരായി. പുരസ്കാരം ലഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ടെന്നും കുടുംബം മികച്ച പിന്തുണയാണ് തനിക്ക് നൽകുന്നതെന്നും സ്നേഹ പറഞ്ഞു. 2016 ഡിസംബർ 5-ലാണ് വനിതാ ശിശു വികസന വകുപ്പിലെ ICDS സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിന്നായിരുന്നു തുടക്കം. അതിനുശേഷം ICDS കട്ടപ്പനയിലേക്ക് വന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റി, ഉപ്പുതറ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. തുടർന്ന് കട്ടപ്പന അഡീഷണലിൽ വണ്ടൻമേട് പഞ്ചായത്തിലായിരുന്നു. 2023-24 കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ പരിഗണിച്ചിട്ടാണ് സംസ്ഥാന അവാർഡ് മികച്ച ICDS സൂപ്പർവൈസർക്കുള്ളത് ലഭിച്ചത്. ആ സമയത്ത് ഞാൻ വണ്ടൻമേട് പഞ്ചായത്തിലായിരുന്നു. അതിനുശേഷം നിലവിലിപ്പോൾ ICDS കട്ടപ്പനയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഒരു ICDS സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഫീൽഡ് വിസിറ്റുകൾ, പരിശീലന പരിപാടികൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഈ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. എൻ്റെ പാരൻസ് ആണെങ്കിലും അതുപോലെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിരുന്നു. പലപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി ദൂരത്തേക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ സമയത്ത് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും അതോടൊപ്പം എല്ലാത്തിലുപരിയായിട്ട് ഒരു പ്രാർത്ഥനയുടെ പിന്തുണ. അത് ഞങ്ങളുടെ കുടുംബം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പം ആ ഒരു പ്രാർത്ഥനയും എൻ്റെ മാതാപിതാക്കളുടെയും എല്ലാ കുടുംബത്തിൻ്റെയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ, കട്ടപ്പന, ഉപ്പുതറ, വണ്ടൻമേട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മാട്ടുകെട്ട കപ്പിലാമൂട്ടിൽ ജയ്മാൻ തോമസ് ആണ് ഭർത്താവ്. ജോഹാൻ മകൻ. കുമളി സഹ്യജ്യോതി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും സ്നേഹ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മികച്ച ICDS സൂപ്പർവൈസറിനുള്ള അവാർഡ് ലഭിച്ച സ്നേഹ സേവ്യറിനെ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2023-24 വർഷത്തെ ശിശുക്ഷേമ വകുപ്പിന്റെ ജില്ലയിലെ മികച്ച ICDS സൂപ്പർവൈസറിനുള്ള അവാർഡ് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശി കപ്ലാമോട്ടെ സ്നേഹ സേവ്യറിനാണ് ലഭിച്ചത്. കോൺഗ്രസ് കുടുംബത്തിലെ അംഗവും അവാർഡിന് അർഹയുമായ സ്നേഹയെ അയ്യപ്പൻകോവിൽ കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട് വീട്ടിലെത്തി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന അനുമോദന ചടങ്ങ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. 2023-24 കാലഘട്ടത്തിലെ ICDSന്റെ സൂപ്പർവൈസർ എന്ന ഏറ്റവും മഹത്തായ അവാർഡ് നമ്മളുടെ ജില്ലയിൽ, നമ്മളുടെ നാട്ടിൽ കേരള സർക്കാരിൽ നിന്ന് കിട്ടിയ സ്നേഹാമോളെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം കോൺഗ്രസ് പാർട്ടി വളരെ വിലയേറിയതായി കാണുകയാണ്. കാരണം നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നമ്മളുടെ സഹോദരൻ്റെ ഭാര്യയായ നമ്മളുടെ പാർട്ടിയുടെ ഒരു ഘടകമായ ഈ കുടുംബത്തിലെ ഒരു അംഗമായ സാന്ദ്രാമോൾക്ക് ഈ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അത് വലിയേറിയ ഒരു അനുഭവമാണ്. നേതാക്കന്മാരായ രാജേന്ദ്രൻ മാരിയിൽ, ജോസഫ് കുര്യൻ തയ്യിൽ, ജയേഷ് ഐക്കരക്കുന്നിൽ, സോണിയ ജെറി, സണ്ണി മംഗലശ്ശേരി, ജെറി വെട്ടിക്കാലായിൽ, റോസമ്മ രാജു ചെമ്പൻകുളം എന്നിവർ സംസാരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന സഹായി പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗജന്യമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ തുടർച്ചയായി 8,19,000 രൂപ മാറ്റിവെച്ചാണ് ഈ വർഷം പദ്ധതി നടപ്പാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CB വർഗീസ് നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ICDS ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് സഹായി പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രത്യേക ക്യാമ്പ് വഴി തിരഞ്ഞെടുക്കപ്പെട്ട വയോജനങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. 8,19,000 രൂപയാണ് പഞ്ചായത്ത് ഈ വർഷം പദ്ധതിക്കായി മാറ്റിവെച്ചത്. തങ്കമണി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CB വർഗീസ് നിർവഹിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരെയും ഒത്തുകൊണ്ടുപോകാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായും അത്തരം ഒരു ശ്രമം കാമാക്ഷി പഞ്ചായത്ത് ഭരണ സംവിധാനം മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം വരുന്നത് കേവലമായ റോഡും പാലവും വീടും മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വരുന്ന വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി കഴിയണം. ആ ഭാഗമായി ഇപ്പോൾ ഇവിടെ അവർക്ക് നടക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിത ഉപാധിക്ക് പരമാവധമുള്ള സഹായ പദ്ധതികൾ, സഹായ ഉപകരണങ്ങൾ നടന്നു.
തീർച്ചയായും മാതൃകാപരമായ പദ്ധതിയാണ്. പഞ്ചായത്തിലെ 102 വയോജനങ്ങൾക്കും 23 ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും സഹായം ലഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ മധു കെ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമടം പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിച്ചി മുക്കാട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജെ ജോൺ, ഷെർലി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ പാറേപ്പള്ളി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാറേപ്പള്ളി മേഖലയിലെ 24ഓളം കുടുംബങ്ങൾക്കായി ജില്ലാ പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. എന്നാൽ 6 വർഷത്തിലധികമായി വൈദ്യുതി കണക്ഷൻ ലഭ്യമാകാത്തതിനാൽ പദ്ധതി പ്രയോജനകരമായിരുന്നില്ല. കൂടാതെ വേനൽ കനത്തതോടെ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. ഈ സാഹചര്യത്തിലാണ് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി നിർവഹിച്ചു. നമ്മളിപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. ഇതിനകത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ സ്ഥലത്തിൻ്റെയും ഒക്കെയായി ചെറിയ പ്രശ്നങ്ങളും വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതിൻ്റെ താമസമൊക്കെ നമ്മുടെ ഈ കുടിവെള്ള പദ്ധതിയെ ഇത്രയും വർഷം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ വൈദ്യുതിയുടെ പൂർത്തീകരണമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കമ്മീഷൻ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 24ഓളം ഗുണഭോക്താക്കളാണ് ഈ കുടിവെള്ള പദ്ധതിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളമില്ലാത്തൊരു സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തന ഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലായിൽ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത്. നമ്മുടെ ഏകദേശം ഒരു 4 വർഷം എടുത്തു നമുക്കിത് പൂർത്തീകരിക്കുന്നതിനായിട്ട്. എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, ഈ 24 കുടുംബങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, അവർക്ക് വേറെ ഒരു ജലസ്രോതസ്സുമില്ലാതെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചത് വളരെയേറെ സന്തോഷമുണ്ട്. ഇനി മുന്നോട്ട് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പദ്ധതി പൂർത്തിയായതോടെ 24ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. CPI സേനാപതി ലോക്കൽ സമ്മേളനം നടന്നു. 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് സമ്മേളനം നടന്നത്. ഒട്ടാത്തിയിൽ നടന്ന ലോക്കൽ സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സേനാപതി ലോക്കൽ സമ്മേളനം നടന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടുകൂടിയാണ് സേനാപതി ലോക്കൽ സമ്മേളനം ഒട്ടാത്തിയിൽ തുടങ്ങിയത്. 2 ദിവസങ്ങളായി നടക്കുന്ന ലോക്കൽ സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ സമ്മേളനത്തിൽ നമ്മെ ബാധിക്കുന്ന, നമ്മുടെ നാടിനെ ബാധിക്കുന്ന, നാളെ നമ്മുടെ തലമുറയെ ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായി ചർച്ച ചെയ്തു. ആ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്നിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയെന്നോണമുള്ള പോരാട്ടം ഇതിനു ശേഷം നമ്മൾ ആരംഭിക്കും. പ്രതിനിധി സമ്മേളനത്തോടുകൂടി ലോക്കൽ സമ്മേളനം സമാപിക്കും. സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം രാജേഷ്, പ്രിൻസ് മാത്യു, CU ജോയി, KC ആലീസ്, PT മുരുകൻ, KJ ജോയ്സ്, ആന്റോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ വെട്ടിക്കാലാപ്പടി പാറപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വർഷങ്ങളായി തകർച്ചയുടെ വക്കിൽ കിടന്ന വെട്ടിക്കാലാപ്പടി പാറപ്പള്ളി റോഡാണ് ഒടുവിൽ അധികൃതരുടെ ഇടപെടൽ മൂലം സഞ്ചാരയോഗ്യമാകുന്നത്. കാൽനട യാത്ര പോലും ഇതുവഴി ദുഷ്കരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലായുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും MLA വാഴൂർ സോമന്റെ ഇടപെടലിനെ തുടർന്ന് 40 ലക്ഷം രൂപ അനുവദിച്ചത്. വെട്ടിക്കാലാപ്പടി മുതൽ MG പടി വരെയാകും ആദ്യഘട്ട നവീകരണങ്ങൾ നടത്തുക. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു വെട്ടിക്കാലാപ്പടി അയ്യപ്പൻകോവിൽ റോഡ് പുനർനിർമ്മിക്കുക, അല്ലെങ്കിൽ അത് ടാറിങ് ചെയ്യുക എന്നുള്ളത്. വളരെയേറെ മോശമായി കിടക്കുന്ന ആ റോഡിന് ഒരു ഫണ്ട് അനുവദിപ്പിക്കുന്നതിനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു. പല രീതിയിൽ പല ആൾക്കാരെ കാണുകയുണ്ടായി. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ
ആ ഫണ്ടിൽ നിന്ന് നമുക്കിപ്പോൾ 40 ലക്ഷം രൂപ നമ്മുടെ പീരുമേട് MLA സഖാവ് വാഴൂർ സോമൻ്റെ സംരംഭഫലമായിട്ട് ലഭിക്കുകയുണ്ടായി. അതിന് നമുക്ക് പ്രവർത്തന അംഗീകാരം ലഭിച്ചു. അതുപോലെ തന്നെ TSഉം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഏപ്രിൽ 31 മുമ്പ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഈ വാർഡിലുള്ള ജനങ്ങളുടെ, ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒരു അഭ്യർത്ഥന, അപ്പോൾ ജനങ്ങളുടെ ശ്രമഫലമായിട്ട് തന്നെ എന്ന് പറയാം. നമ്മുടെ ഒരു അഭിമാന നിമിഷം തന്നെയാണ് നമുക്ക് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് 40 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്രാക്ലേശത്തിനും പരിഹാരമാകും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ ദേശീയ വനിതാ ദിനം ആഘോഷിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വനിതാ പോലീസ് സ്റ്റേഷനിലെ റിട്ടയേർഡ് SI ജോഷി KJ പരിപാടിയിൽ ക്ലാസ് നയിച്ചു. സ്ത്രീകള് ഇന്നത്തെ കാലഘട്ടത്തിൽ സമത്വത്തിന് വേണ്ടി, സമത്വം, തുല്യനീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ആ പോരാട്ടം ഇപ്പം നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം വായിച്ചു. ഒരമ്മ ട്രെയിനിന്റെ മുന്നിൽ 2 കുട്ടികളുമായിട്ട് നിന്ന് ആത്മഹത്യ ചെയ്തു. ഞാൻ പറയുന്ന ലോക മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണത്, അല്ലേ? ഇപ്പോൾ എല്ലാവരും ഇരയോടുകൂടിയാണോ, ഇരയുടെ ഒപ്പമാണോ, വേട്ടക്കാരനോടൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, എല്ലാവരും വേട്ടക്കാരോടൊപ്പം. ഇപ്പോൾ എല്ലാവരും സഹതപിക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പോലും ഒരു മനുഷ്യനില്ല. ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ഇനി ഒരു തരത്തിലും സാധിക്കുകയില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം, സ്വന്തമായി ജീവൻ അവസാനിപ്പിക്കാം. പക്ഷെ 10, 11 പ്രായമുള്ള മക്കളെ ചേർത്ത് പിടിച്ച് ജീവനോടുകൂടി ഒരു ട്രെയിൻ പാളത്തിന്റെ മുന്നിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് മനസ്സുണ്ട്, എനിക്കറിയില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട വനിതാദിന സന്ദേശം നൽകി. വനിതാ വിംഗ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആഗ്നസ് ജോസ് അധ്യക്ഷയായിരുന്നു. കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി റോസമ്മ മൈക്കിൾ, ജോയിന്റ് സെക്രട്ടറി സാലി തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജൂനിയർ ചേംബർ ഇന്റർനാഷണലും അടിമാലി പൊട്ടാസ് ഫണ്ട് ഫാമും സംയുക്തമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച അടിമാലി ചാറ്റുപാറ സ്വദേശിനി അനഘ സോമനെയും ഏവിയേഷൻ പൈലറ്റ് കോഴ്സിന് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നിസിമോൾ റോയിയെയും ആദരിച്ചു. ജില്ലയിലെ പ്രഥമ വൈമാനികനും അടിമാലി സ്വദേശിയുമായ ജോൺ പൊറ്റാസിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആകാശത്തിടുക്കിയുടെ കരുത്താകാനൊരുങ്ങുന്ന 2 മിടുക്കികൾക്ക് ജൂനിയർ ചേംബർ ഇന്റർനാഷണലും അടിമാലി പൊട്ടാസ് ഫണ്ട് ഫാമും സംയുക്തമായി അനുമോദനമൊരുക്കിയത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച അടിമാലി ചാറ്റുപാറ സ്വദേശിനി അനഘ സോമനെയും ഏവിയേഷൻ പൈലറ്റ് കോഴ്സിന് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നിസിമോൾ റോയിയെയുമാണ് ജില്ലയിലെ പ്രഥമ വൈമാനികനും അടിമാലി സ്വദേശിയുമായ ജോൺ പൊറ്റാസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. സാഹിത്യകാരനും പ്രഭാഷകനുമായ CS രജികുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അറിയപ്പെടാത്ത എത്ര സൗരയൂഥങ്ങളിൽ ഓരോ മണൽത്തരിക്കകത്തുമുണ്ടാകുമെന്ന് LB പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റില് ഈ അനഘ സോമൻ എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ അയൽക്കാരിയാണ്. ആ കുട്ടി എന്തിനാ പഠിക്കുന്നത് നമുക്കറിയില്ല. അതുപോലെ ഞാൻ ഈ നിസിമോളെ കുറിച്ച് ഞാൻ പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു. പക്ഷേ ഈ കുട്ടി ഇവിടെ വരുത്താൻ കഴിയുക, അതിന് ഇവിടെ വെച്ച് നമ്മൾക്ക് അടുത്ത് നിന്ന് അതിന് ഇതുപോലെ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഭാഗ്യമാണ്. അത് തീർച്ചയായിട്ടും അടിമാലി ജൂനിയർ ചേംബറിന്റെ അംഗങ്ങളാണ് ഇതിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയത്. JCI അടിമാലി പ്രസിഡന്റ് ഡോക്ടർ ജോർജ് പൗലോസ് നവജ്യോതി അധ്യക്ഷനായിരുന്നു. ജോൺ പൊറ്റാസ് അനഘ സോമനും സിനിമോൾ റോയിക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. JCI വനിതാ വിഭാഗം പ്രസിഡന്റ് അനു ജോർജ്, വനിതാ സംരംഭകരായ വിജി ജയകുമാർ, മനു അജിത് പൊറ്റാസ്, അനു അർജുൻ, നീതു നിതീഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 73ാമത് വാർഷികാഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ 73ാമത് വാർഷികാഘോഷം 2 ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാപരിപാടികളും മ്യൂസിക് ബാൻഡ് ഉദ്ഘാടനവും സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ച കുട്ടികളെ അനുമോദിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. സമാപന സമ്മേളനം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗ്രൗണ്ടും ട്രാക്കും മറ്റു സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ പണി ആരംഭിക്കുന്നു. ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഇവിടെ സാറ് പറഞ്ഞ
കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടില്ല, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനവിനിയോഗ ബില്ലിനെ സംബന്ധിച്ച ചർച്ചയിൽ ആദ്യ ഭാഗത്ത് ഞാൻ സംസാരിച്ചു. ഇനി 13-ാം തീയതി നാളെ വീണ്ടും ഞാൻ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചതുകൊണ്ടാണ് ഒരു 10 കോടി രൂപ ലൈനുള്ള നവീകരണത്തിന് തന്നിട്ടുണ്ട്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത്, MPTA പ്രസിഡന്റ് സോണിയ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിന്റെ നവീകരിച്ച സ്ഥാപനം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന LIC ജംഗ്ഷനിൽ മാർക്കറ്റ് റോഡിൽ സ്വന്തം കെട്ടിടത്തിലാണ് അന്ന ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിൽ നിന്നും ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ, കറിപ്പൊടികൾ, മസാലപ്പൊടികൾ, ധാന്യപ്പൊടികൾ എന്നിവ മിതമായ നിരക്കിൽ ലഭ്യമാകും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തികച്ചും സംഘടനയുടെ ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. നമ്മൾ നോട്ടീസ് നോക്കിയാൽ അറിയാം എന്തുവേണ്ട സംഘടനയെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ നോട്ടീസിലൂടെ തന്നെ മനസ്സിലാക്കും. ഒത്തിരി സന്തോഷമുണ്ട്. സംഘടനയ്ക്ക് എന്ന ഈ പിന്തുണ എല്ലാ സമയവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാധനായ ശ്രീ പാപ്പഞ്ചേട്ടനെ അനുസ്മരിക്കുന്നു. ചേർത്തി ഇവിടെയുണ്ട്, സിബി, സാബു, സോജി, ഇതൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരാത്മബന്ധമുള്ള ഒരു കുടുംബമാണ്. പെങ്ങന്മാരെ എല്ലാവരും പാപ്പഞ്ചേട്ടൻ ഉണ്ടാക്കി തന്നൊരു ബന്ധമാണ്. ഈ കട വളരെ ചെറിയ തോതിൽ 3-ാം സ്ഥാനത്തേക്ക് ഇത് ആയിരിക്കുകയാണ്. വളരെ കഠിനാധ്വാനം ചെയ്താണ് സാബു ഈ കച്ചവടം മുഴുവൻ. അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ നമ്മളോടുള്ള ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഒക്കെ ഈ പിള്ളേർ 3 പേരും പിള്ളേരെ ഓർക്കുന്നു. ഇവരെല്ലാവരും എല്ലാ കാലവും നമുക്ക് തന്നിട്ടുണ്ട്. മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, ജില്ലാ വൈസ് പ്രസിഡന്റ് MK തോമസ്, ട്രഷറർ KP ബഷീർ, വൈസ് പ്രസിഡന്റ് ബൈജു എബ്രഹാം, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് AK, കാരുണ്യ സുരക്ഷാ പദ്ധതി വെൽഫെയർ ഓഫീസർ അനിൽ പുനർജനി, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് JB ജോസഫ് തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ KP ബഷീർ ആദ്യ വിൽപ്പനയും വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻ ജോസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുകയും ചെയ്തു. ഓയിൽ മിൽ സ്വിച്ച് ഓൺ കർമ്മം ഫ്ലോർ മിൽ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ JBM അൻസാർ അടിമാലിയും, ഫ്ലവർ മിൽ സ്വിച്ച് ഓൺ കർമ്മം ഫ്ലോർ മിൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ട്രഷറർ സാജു ഇരട്ടയാറും നിർവഹിച്ചു. ചക്കിലാട്ടിയ കലർപ്പില്ലാത്ത വെളിച്ചെണ്ണയും നിറക്കൂട്ടുകളില്ലാത്ത കറിക്കൂട്ടുകളും കട്ടപ്പനയിലെ അന്ന ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിൽ നിന്നും ലഭ്യമാകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പൈലറ്റാകണമെന്ന തന്റെ മോഹം പൂവണിയിക്കാൻ ഒരവസരം കയ്യെത്തിപ്പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് 21-കാരിയായ നിസിമോൾ റോയ്. ഏവിയേഷൻ പൈലറ്റ് കോഴ്സിന് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കി. ആകാശത്തെ ഇടുക്കിയുടെ കരുത്താകാൻ ഒരുങ്ങുകയാണ് നിസിമോൾ. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ഡ്രൈവർ പുളിക്കത്തൊട്ടി കാവും വാതുക്കൽ റോയിയുടെയും മേഴ്സിയുടെയും മൂത്ത മകളാണ് നിസിമോൾ റോയി. ഒരു വൈമാനികയാകണമെന്ന തന്റെ മോഹം പൂവണിയിക്കാൻ അവസരം തൊട്ടരികിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് 21-കാരിയായ നിസിമോൾ. രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയുടെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എൻട്രൻസ് പരീക്ഷയിൽ ST വിഭാഗത്തിൽ നിന്നും റാങ്ക് നേടിയ നിസിമോൾ റോയിക്ക് സർക്കാരിന്റെ വിങ്സ് പദ്ധതി പ്രകാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പരിശീലനത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ആകാശത്ത് ഇടുക്കിയുടെ കരുത്താകാൻ തയ്യാറെടുക്കുന്നതിനുള്ള സന്തോഷം നിസിമോൾ പങ്കുവച്ചു. എൻ്റെ പേര് നിസി. എൻ്റെ വീട് ഇടുക്കിയിലാണ്, പൈനാവിലാണ് താമസിക്കുന്നത്.
ഞാൻ 12th KV ഇടുക്കിയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ NIT കാലിക്കറ്റിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പണ്ടോട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പൈലറ്റ് ആവണമെന്നുള്ളത്. പക്ഷേ ഡ്യൂ ടു സം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആൻഡ് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ NITയിൽ പോയത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിങ്ങനെ അറിയണത് സ്കോളർഷിപ്പ് ഉണ്ടെന്നും ഇങ്ങനെ പൈലറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് വന്നത് പിന്നീടാണ്. അങ്ങനെ ഞാൻ കോളേജിലിരിക്കുമ്പോൾ തന്നെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നതും എക്സാമൊക്കെ എഴുതുന്നതും. അങ്ങനെ കത്താസ് വെച്ച് എനിക്കത് കിട്ടി. വിത്ത് സ്കോളർഷിപ്പാണ്. ഫുൾ എമൗണ്ട് K. രാധാകൃഷ്ണൻ സാറ് MP ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഒരു വിങ്സ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ലൈക്ക് ഫോർ SC/ST സ്റ്റുഡൻസ്, ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ളി സ്കോളർഷിപ്പ് കിട്ടും ടു പർട്ടിക്കുലർ സ്റ്റുഡൻസ്. അതിൻ്റെ അകത്ത് എനിക്കും ഇപ്രാവശ്യം കിട്ടി. അങ്ങനെ എനിക്ക് ഫുൾ സ്കോളർഷിപ്പോടെ ഇപ്രാവശ്യം പൈലറ്റിന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാഡമി ട്രിവാൻഡ്രത്താണ്. ആൻഡ് ഓപ്പർച്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് മോർ ഓവർ താങ്ക്സ് ടു ദ ഗവൺമെൻറ് ഫോർ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സിന് ഇങ്ങനെ ഫുൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ സ്കോളർഷിപ്പോടെ ഫണ്ടഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. ചെറുപ്പം മുതലേ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന നിസിമോൾക്ക് പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം. എന്നാൽ ഇതിന് വരുന്ന ഭാരിച്ച ചെലവ് മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയാത്തതിനാൽ കോഴിക്കോട് NITയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപരിപഠനത്തിന് ചേരുകയായിരുന്നു. പഠനത്തിനിടയിലും തന്റെ ആഗ്രഹം എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന എൻട്രൻസ് പരീക്ഷയിൽ ST വിഭാഗത്തിൽ 1ാം റാങ്ക് ലഭിച്ചതോടെ NITയിലെ പഠനം ഉപേക്ഷിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പൈലറ്റ് പരിശീലനത്തിന് ചേരുകയായിരുന്നു. ഫീസ് സർക്കാരാണ് നൽകുന്നത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ST വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് പൈലറ്റ് ആവാൻ അവസരം ലഭിക്കുന്നത്. ഇതിനോടകം ഹെവി ഡ്രൈവർ ലൈസൻസ് സ്വന്തമാക്കിയിട്ടുള്ള നിസിമോൾ ഡ്രോൺ ഫ്ലൈയിങ്ങിലും സജീവ സാന്നിധ്യമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 196, വിൽപ്പനയ്ക്ക് വന്നത് 44,286, വിൽപ്പന നടന്നത് 43,704, കൂടിയ വില 3,191, ശരാശരി വില 2,735. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 670 രൂപ, ഏലം കൂടിയ വില 2,750, ഏലം ശരാശരി വില 2,600. കാപ്പിപ്പരിപ്പ് 470, ഗ്രാമ്പു 880, കൊക്കോ 170, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 850 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി കൊട്ടാരത്തിൽ സജിത്ത് ജോസഫ് കുരിശ് പണിതത് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്ത്. കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ. നെടുങ്കണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് കൊല്ലപ്പെട്ടത് മധ്യപ്രദേശ് സ്വദേശി സരസ്വതി. ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ലാഹോ ഠാക്കൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണ, ആരോഗ്യ, ക്ഷീരമേഖലകൾക്കും മുൻഗണന നൽകി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത് 59,74,07,137 രൂപ വരവും 59,09,14,101 രൂപ ചെലവും 44,93,036 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച്
കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല 3.0 എന്ന പേരിൽ കട്ടപ്പനയിൽ നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് നിർവഹിച്ചു. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.